ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റ് റെക്കമെൻഡ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വീഡിയോയിലേക്ക് പോയിക്കാം. 14 ദിവസമായി നമ്മൾ ലോങ് വീഡിയോ എടുക്കാനിട്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. എന്താണ് ഈ സംഭവിക്കുന്നത്? 2014 ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോളും മാത്രം ആരാധിച്ചിരുന്ന കേരളം എന്ന നാട്ടിലേക്ക്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒരു ഫുട്ബോൾ ടീം വിരുന്നെത്തുന്നു. ദൈവം പറഞ്ഞേൽപ്പിച്ച മറ്റൊരു ദൈവം, അത് ക്രിക്കറ്റ് ദൈവം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കയ്യിൽ നിന്ന് ഈ ടീം പിറക്കുകയാണ്. അതിന്റെ പേരായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ക്രിക്കറ്റ് മാത്രം കാണോ എന്ന് തീരുമാനിച്ചവർ മുതൽ ഡൈഹാർഡ് ഫുട്ബോൾ ഫാൻസ് വരെ കൊച്ചിയിൽ വണ്ടി ഇറങ്ങിയ കാലം. ഹ്യൂമേറ്റൻ മുതൽ ലൂണ വരെ എത്ര കളിക്കാരാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഊർന്നിറങ്ങിയത്. ഡേവിഡ് ജെയിംസ് മുതൽ ഇവാൻ ആഷാൻ വരെ നീണ്ടു നിൽക്കുന്ന പരിശീലക നിരയും, കൂടാതെ സുശാന്ത് മാത്യുവിന്റെ എന്താ പറയുക, കേരളക്കരയെ ആകെ രോമാഞ്ചിഫിക്കേഷനിലാഴ്ത്തി ആ ഗോൾ എങ്ങനെ മറക്കാനാണ്? ഹ്യൂമേറ്റന്റെ തലയും പൊട്ടിക്കൊണ്ട് രക്തമൊലിപ്പിച്ച് എല്ലാം സമർപ്പിച്ച് കളിച്ച ഇയാൻ ഹ്യൂം എന്ന നമ്മുടെ സ്വന്തം ഹ്യൂമേറ്റനെ എങ്ങനെ മറക്കാനാണ്? ഡേവിഡ് ജെയിംസ്, സന്ദേശ് ജിങ്കൻ എന്ന ആ ഒരു താടിക്കാരൻ, ഇഷ്വാഖ് അഹമ്മദ്, അങ്ങനെ എത്രവർ, കൂടാതെ ഹോസുട്ട എന്ന് നമ്മൾ വിളിച്ച ഹോസു കുര്യാക്കോസ് പീറ്റോവിന്റെ പെർഫോമൻസ്, വലിയേട്ടനായി മാറിയ ഹെൻബേർട്ട്, കൊള്ളിയാശാനായി മാറിയ കർവൻസ് വെൽബോട്ട്, സ്പൈഡർമാനെ പോലെ കവൽ നിന്ന സന്ദീപ് നന്ദി, അങ്ങനെ അവിടെയും എത്ര കളിക്കാർ, സഹൽ അബ്ദുൽ സമദ്, ടിമിറ്റർ ബർബറ്റോ, അതേപോലെ തന്നെ ബച്ചേട്ട എന്ന് നമ്മൾ വിളിച്ച ബർത്തലേമി ഓക്പച്ചെ, സെർജിയോ സിഡോഞ്ച, അഡ്രിയാൻ ലൂണ, അൽവാറോ വാസ്കസ്, ഗ്യാരി ഹൂപ്പർ, ജോർഡൻ മറേ, ഇവരുടെയൊക്കെ ഓരോ നിമിഷങ്ങൾ, ഇവരൊക്കെ നമുക്ക് വേണ്ടി സമർപ്പിച്ച ഓരോ നിമിഷങ്ങൾ, ദിമിത്രിയോസ് ഡയമൻഡഗോസ്, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് അത് പോരാതെ വരും. നമ്മൾ ആ ഒരു ഓർമ്മകളിൽ ഇന്ന് നമ്മൾ വിരാജിക്കുകയാണ്, അവരുടെയൊക്കെ ഓർമ്മകളിൽ, അവർ സമ്മാനിച്ച ആ നിമിഷങ്ങളിൽ. എന്നാൽ ആ നിമിഷങ്ങളുടെ പ്രതാപങ്ങളിലേക്ക് നമ്മളെ ഒതുക്കിക്കളഞ്ഞത് ആരാണ്? 80,000-ൽ കവിഞ്ഞ ആ കൊച്ചി സ്റ്റേഡിയത്തെ ഓർമ്മയില്ലേ? ഇന്ന് അത് 5,000 പോലും തികയുന്നില്ലല്ലോ. ആ അവസ്ഥയിലേക്ക് ഈ ടീമിനെ തള്ളിയിട്ടത് ആരാണ്? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉണ്ടെന്ന് പറഞ്ഞാൽ കൂലിപ്പണി എടുത്തു കിട്ടുന്ന പൈസയ്ക്ക് പോലും ആ ഒരു മഴയത്ത് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കളി കാണുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു നമുക്ക്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി എന്ന് പറയുമ്പോൾ മലയാളിക്ക് അത് മറന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആരാണ്? കേവലം ICCയുടെ T20 വേൾഡ് കപ്പിന്റെ ആ ഒരു ആവേശത്തിൽ മുങ്ങി പോകുന്നതല്ലല്ലോ നമ്മുടെ ക്ലബിനോടുള്ള ആ ആവേശം എന്നത്. അത് ഇങ്ങനെ ICC വേൾഡ് കപ്പിന്റെ ഒരു ഇതിലേക്ക് ആരാധകരെ പിടിച്ചിരുത്തിയത്, അതായത് ഈ ക്ലബിന്റെ ആവേശങ്ങളിൽ നിന്ന് അകത്തിയെടുത്തത് ആരാണ്? ഇത്രയെല്ലാം ഒരു എന്താ പറയുക, മികച്ച താരങ്ങൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ പ്രതാപകാലത്ത് നിന്ന് ഇപ്പോൾ വിരലിലെണ്ണാവുന്ന താരങ്ങൾ മാത്രമാക്കി ഈ ടീമിനെ മാറ്റിയത് ആരാണ്? ഒറ്റ ഉത്തരം, ഇത്രയും ചോദ്യങ്ങൾ. മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ ഓൺ ചെയ്യുന്നവർ. ആ മാനേജ്മെന്റ് ചെയ്ത കൊള്ളരുതായ്മകൾ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഈ മണിക്കൂറുകളൊന്നും പോരാതെ വരും. കാണിച്ച നെറുകേട് കയ്യും കണക്കും ഇല്ലാത്തതാണല്ലോ. വികാരങ്ങൾ ആരാധകരുടെ ഇമോഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചൊരു മാനേജ്മെന്റ്. ചോദ്യം നിങ്ങളോടാണ്, നാണോമാനോ ഇല്ലെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്, ഇത്രയും പാഷനേറ്റ് ആയി ഈ ആരാധകരോട് ഇങ്ങനെ ചെയ്യാൻ നാണമുണ്ടോ സാറന്മാരെ നിങ്ങൾക്ക്? കർവൻസ് വെൽബോട്ട് പറഞ്ഞതുപോലെ ഈ ആരാധകർ ഇതിലും അർഹിക്കുന്നില്ലേ സർ? ഇതിനപ്പുറം ഈ ആരാധകർ അർഹിക്കുന്നുണ്ട് സർ. ഇവാൻ വുക്കോമനോവിച്ച് എന്ന ഒരു പൂജോദിച്ച കേരളീയർക്ക് പൂക്കാലം നൽകിയ മനുഷ്യനെ പിന്നിൽ നിന്ന് കുത്തി ബലിമൃഗമായി പുറത്താക്കി. ബിരിയാണിക്കുള്ള സാധനങ്ങൾ എന്താ പറയുക, കൊടുത്തിട്ട് മന്തി ഉണ്ടാക്കാൻ പറയുമ്പോൾ അത് പറ്റില്ല പരിശീലകർക്ക് പലർക്കും. അവരെ ബലിമൃഗം പോലെ അവരുടെ തലയിലേക്ക് എല്ലാം എടുത്തിട്ട് അവരെ പുറത്താക്കും. പിന്നെ ഈ മാനേജ്മെന്റ് ഈ പരിശീലകർ ഉപയോഗിക്കാൻ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതായത്
താരങ്ങളെ വളർത്തിയെടുത്ത്, അതായത് കുഞ്ഞിലെ താരങ്ങളെ കണ്ടെത്തി കൊണ്ട് കൊടുക്കും. എന്നിട്ട് വളർത്തിയെടുത്ത് അവരെ ഇറച്ചിക്കോഴികളെ പോലെ എക്സ്പോഷനൊക്കെ കൊടുത്തതിന് ശേഷം തൂക്കി വിൽക്കുന്നതിൽ പരിശീലകർ ഉപയോഗിക്കും. അതിൽ സത്യം പറഞ്ഞാൽ ഇവാൻ ആശാൻ മാത്രമാണ് ഈ മാനേജ്മെന്റിന്റെ ഈ നെറികേടുകൾ സഹിച്ചു നിന്നത്. ബാക്കി ആർക്കും അതിന് പറ്റുന്നില്ല. അദ്ദേഹം താരങ്ങളെ വളർത്തിയെടുത്തു, അവരെല്ലാം ഇറച്ചിക്കോഴികളെ പോലെ തൂക്കി വിൽക്കുന്നതും കണ്ടു. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ എവിടോട്ടാണ് കൊണ്ടുപോകുന്നത്? ക്വാളിറ്റി ഇങ്ങനെ എന്തിനാണ് കുറയ്ക്കുന്നത്? നിങ്ങൾ ബിസിനസ് കൂട്ടിക്കോ, സമ്മതിക്കുന്നു. പക്ഷേ ഇവന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ക്ലബ്ബ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ആ ഒരു എന്താ പറയാ ഇവന്മാർക്ക് നല്ല ലാഭം ഉണ്ടാവും. ആരാധകർ സ്വാഭാവികമായി സ്റ്റേഡിയത്തിലേക്ക് വരും, ടിവിയിലേക്ക് ഫോണിലേക്ക് സ്വാഭാവികമായി ആരാധകർ ഉറ്റുനോക്കും. അതുവഴി സ്പോൺസർഷിപ്പ് റവന്യൂ കൂടും. ഇങ്ങനെ എല്ലാം കിട്ടും. സത്യം ഇവന്മാര് പൊട്ടന്മാര്. ഇനി എല്ലാം എന്താ പറയുക, നിങ്ങളെല്ലാമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരുന്ന ഒരാളെ ഇപ്പോൾ CEO ആയി നിയമിച്ചിരുന്നത് എന്ന് പറയാൻ വരുവാണെങ്കിൽ എൻ്റെ സാറേ, മലയാളികളുടെ തലയിൽ കളിമണ്ണല്ലെന്ന് ഒന്ന് ഓർത്താൽ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇവന്മാര് കാണിക്കുന്നത് സത്യം പറഞ്ഞ നെറികേടിന്റെ അങ്ങേയറ്റം. എങ്ങനെ ഈ ആരാധകരെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാണ് ഓരോ ദിവസവും ഇവന്മാരെ എഴുന്നേക്കുന്നത് തന്നെ. അപ്പം എന്താണ് പറയാനുള്ളത്? ഇഷ്ടപ്പെടുന്നതിനായിരുന്നു. മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.